ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടോപ്പ് 4 സാധ്യതകളെ കുറിച്ചാണ്. എനിക്കറിയാം നമുക്കിപ്പോൾ ഒരു ടോപ്പ് 8 അല്ലെങ്കിൽ 7, അതായത് അടുത്തൊരു യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് നമുക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പൊ എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും ഉള്ളത്. ഇപ്പൊ നമ്മൾ ഫിനിഷ് ചെയ്തത് 15ാം സ്ഥാനത്താണ്. ഇപ്പൊ നമ്മൾ കറന്റില് നമ്മൾ 10ാം സ്ഥാനത്താണ്. എങ്കിൽ പോലും നമുക്ക് ടോപ്പ് 4 സാധ്യതകളുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ടോപ്പ് 4ലേക്കുള്ള പ്രധാന വഴികൾ അല്ലെങ്കിൽ സാധ്യതകൾ? എന്തൊക്കെ കാരണങ്ങളാണ് ടോപ്പ് 4ലേക്ക് എത്താൻ പറ്റുക? എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 4ലേക്ക് എത്താൻ പറ്റും? അതിന്റെ ഒരു ഡീറ്റെയിൽസ് അനലിസ്റ്റിങ് എന്ന് തന്നെ പറയാം. കാരണം നമ്മളൊരു 5 വർഷത്തെ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സ് 4 ഇയേഴ്സിന്റെ ഒരു ചെറിയ സ്റ്റാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു ടോപ്പ് 4. കാരണം എപ്പോഴും ടൈറ്റിൽ കോമ്പറ്റീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് ടോപ്പ് 4ലേക്കാണ്. ടൈറ്റിൽ കോമ്പറ്റീഷൻ ആണ് മേജർ ആയിട്ട് എല്ലാ ടീമുകളും ടൈറ്റിൽ അടിക്കാൻ തന്നെയാണല്ലോ കളിക്കുന്നത്. പക്ഷെ ടൈറ്റിൽ കോമ്പറ്റീഷൻ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ കോമ്പറ്റീഷന്റെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ടൈറ്റിൽ കോമ്പറ്റീഷന്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ടീമുകൾ അപ്പൊ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. ബാക്കി വരുന്ന ടീമുകളുടെ പ്രധാന കൺസിഡറേഷൻ എന്ന് പറയുന്നത് ടൈറ്റിൽ ആയിരിക്കില്ല, ടോപ്പ് 4 ആയിരിക്കും. ടോപ്പ് 4 എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക, ചാമ്പ്യൻസ് ലീഗിൽ എൻ്റർ ആവുക, അതന്നെയായിരിക്കും ബാക്കിയുള്ള ടീമുകളൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടോപ്പ് 4 പോലില്ല, ചിലപ്പോൾ നമ്മൾ യൂറോപ്പ ലീഗ് ആണ് ഇപ്പോ എന്തെങ്കിലും കിട്ടിയിട്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. കാരണം നമ്മൾ ലാസ്റ്റ് 15ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വൈകിക്കണ്ട. എന്തൊക്കെയാണ് മസ്റ്റായിട്ട്? വിജയം. എല്ലാ ഇതിലും വിജയം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊസിഷന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. 38 മത്സരങ്ങളിൽ 38 വിജയിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന്റെ ആഗ്രഹം. കാരണം നമ്മൾക്ക് അതുപോലുള്ള ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാ ഫാൻസുകാരും. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല. 38 മത്സരങ്ങൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിമിങ്ങിൽ പറ്റും, ടെസ്റ്റിലൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ പ്രാക്ടിക്കലി അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. 38 മത്സരങ്ങൾ വിജയിക്കുക, അതൊക്കെ മിറാക്കിളാണ്. അപ്പൊ അങ്ങോട്ട് അധികം പോട്ടെ. 38 മത്സരങ്ങളിൽ നമുക്ക് എത്ര എണ്ണം വിജയിക്കാം? ടോപ്പ് 4ലേക്ക് എത്തണമെങ്കിൽ എത്ര എണ്ണം വിജയിക്കാം? 38ന്റെ പകുതി 19ആണ്. 19 + 1 20. 20 വിജയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ടീമിന് ടോപ്പ് 4ലേക്ക് എൻ്റർ ആകാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്കാണ് ലാസ്റ്റത്തെ ഒരു 4 ഇയർ സീസണിന്റെ ഒരു കണക്കിൽ. 21-22 സീസണിൽ ടോട്ടൻഹാം 22 വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ടോട്ടൻഹാമാണ് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് 22-23 സീസൺ ആയപ്പോൾ ന്യൂകാസ്റ്റിൽ 19 വിജയങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 19 വിജയങ്ങളാണ് ന്യൂകാസ്റ്റിൽ ആ സീസണിൽ നേടിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 22-23 സീസണിൽ ആസ്റ്റൺ വില്ലയാണ് പിന്നെ 20 വിജയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീസണിൽ 20 വിജയങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു. ടോട്ടൻഹാം, ന്യൂകാസ്റ്റിൽ, ആസ്റ്റൺ വില്ല, ലാസ്റ്റ് സീസണിൽ 24-25 സീസണിൽ ചെൽസി 20 വിജയങ്ങളാണ് ചെൽസി നേടിയിട്ടുണ്ടായിരുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാറ്റ്സിൽ 38 മത്സരങ്ങളിൽ 20 മത്സരങ്ങൾ നമുക്ക് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് 4 റേസിൽ നമുക്ക് ഏറെക്കുറെ മുന്നിലെത്താൻ പറ്റും. ഏറെക്കുറെ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം 20-ൽ കൂടുതൽ അല്ലെങ്കിൽ 20 മത്സരങ്ങൾ തന്നെ വിജയിച്ചിട്ട് 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്ത ടീമുകളുണ്ട് കഴിഞ്ഞ മുൻ സീസണുകളിലെല്ലാം. അവിടെ ആണ് നമ്മുടെ ഇപ്പോഴത്തെ യുണൈറ്റഡിന്റെ XG വാല്യൂ വരുന്നത്. കാരണം XGയിൽ ഇപ്പോ ഈ സീസണിലെ XG പരിശോധിച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ക്രിസ്റ്റൽ പാലസ് ആണെന്ന് തോന്നുന്നത്. 2ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 13.97, അതായത് 13.97, 13.97 XG റേറ്റ് ആണ് നമ്മുടെ. പക്ഷെ നമ്മൾ ആകെ കൂടി അടിച്ചിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് 9 എണ്ണമാണ്.
നമ്മുടെ എക്സ് ജി റേറ്റിന്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ ഗോൾ സ്കോറിങ്ങും നമ്മുടെ എക്സ് ജി റേറ്റും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് പരിഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ സ്കോറിങ്ങിന്റെ എണ്ണം കൂടും. ഗോൾ സ്കോറിങ്ങിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 വിജയങ്ങൾ പ്ലസ് 70-ലധികം ഗോളുകൾ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ, 20 വിജയങ്ങൾ 70 ഗോളുകൾ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ടോപ്പ് 4ലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 20 വിജയങ്ങൾ പ്ലസ് 70, 67 ടു 75, അതായത് 70 മുകളിൽ പോകണം, അല്ലെങ്കിൽ 67 തൊട്ട് 75 ഉള്ളിൽ നമ്മൾ സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം. ഇന്നത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എക്സ് ജി പ്രകാരം അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ, ആ എക്സ് ജിയോട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിന്റെ പകുതി മുക്കാലും കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മാക്സിമം 76+ സ്കോർ ചെയ്യാൻ സാധിക്കും ഈ സീസണിൽ. നമ്മുടെ ഫോർമേഷൻ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഫോർമേഷനിലുള്ള പ്ലേയേഴ്സിൽ അതൊക്കെ ശരിയാണ്, പക്ഷേ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരതിന് ഗോൾ അടിക്കാനുള്ള കോൺട്രിബ്യൂഷൻസ് കൂടുതൽ നൽകുന്നുണ്ട് ഈ പൊസിഷനിലായേ പോലും. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. 76 ഗോളുകളിൽ ഒരു 10 ഗോളുകൾ കുറച്ച്, ഒരു 66-70 ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, കൂടാതെ നമ്മുടെ ഡിഫെൻഡിങ് 3-man ഡിഫെൻഡാണ്, ഒരുപാട് ഗോളുകൾ വഴങ്ങാൻ ചാൻസ് കൂടുതലുള്ള ഒരു സ്ട്രക്ചറാണ് എങ്കിൽ പോലും 45-50 ഗോളുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ 45 താഴെ അല്ലെങ്കിൽ 50 താഴെ ഗോളുകൾക്കുള്ളിൽ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ വഴങ്ങിയിട്ടുള്ളൂ. 70-ൽ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 20 അല്ലെങ്കിൽ 19+20 ഉള്ളിൽ മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി നമുക്ക് ടോപ്പ് 4ലേക്ക് എൻ്റർ ആവാൻ സാധിക്കും. ഇതൊരു വിദൂര സാധ്യതയൊന്നുമല്ല. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫ്രണ്ട് 3 കഴിഞ്ഞ സീസണിൽ ടോട്ടൽ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെവൽ സ്കോറിംഗ് നടത്തിയിട്ടുള്ളവരാണ്. എംബൂമെ ആയാലും, മത്തേസ് ക്യൂനി ആയാലും, ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും, സെസ്കോ ആയാലും. സ്റ്റിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സ്റ്റിൽ നടക്കാം, അല്ലെങ്കിൽ സ്റ്റിൽ ഇങ്ങനെ ഒരു സ്റ്റാറ്റ്സും കൂടെയുണ്ട്. കാരണം നമ്മൾ എക്സ് ജി വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലെവൽ അനലിസ്റ്റ് പറഞ്ഞത്. കാരണം 76 ഗോളുകൾ വന്നത് ഇന്നത്തെ നമ്മുടെ എക്സ് ജിയുടെ ലെവൽ അനുസരിച്ചാണ്, നമ്മുടെ അല്ലെങ്കിൽ ഗോൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകൾ അനുസരിച്ച് അത് നമുക്ക് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ മുൻ സീസണുകളിൽ നമ്മൾ ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യേണ്ടായിരുന്നു, പക്ഷെ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഈ സീസണിലെ പ്രശ്നം. പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം പ്രൂവൺ ആയിട്ടുള്ള, പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ടുള്ള ഫോർവേഡ്സ് ഉണ്ട്. ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ അറ്റാക്കിങ്ങിലുണ്ട്. ചെസ്കോ ഒരു ന്യൂ സൈനിങ് ആണ് എങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു റേഷ്യോ, അല്ലെങ്കിൽ ഈ ഒരു 20 വിജയം പ്ലസ് 70+ ഗോളുകൾ 45-50 മാത്രം കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ സീസണിൽ ഒരു ടോപ്പ് 4 സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ ടോപ്പ് 4 ഒരു ചാൻസസ്. അപ്പൊ ബാക്കി എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ പിന്നീട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.